2002 മുതൽ ഗുജറാത്ത് അടക്കി വാണിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഗുജറാത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ടിട്ടുമില്ല. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിതനായപ്പോൾ ഗുജറാത്ത് ഇനി എന്തു ചെയ്യും? നരേന്ദ്രമോദി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഗുജറാത്തിൽ BJPക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല, BJP തകർന്നടിയും എന്നൊക്കെയുള്ള സ്ഥലത്ത് നിന്നാണ് നരേന്ദ്രമോദി തന്നെ കണ്ടെടുത്ത വിജയ് രൂപാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുജറാത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണ് രംഗപ്രവേശനം ചെയ്തത്. അദ്ദേഹത്തെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ കൊണ്ടുവന്നെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ വിജയ് രൂപാണിയുടെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കോൺഗ്രസ് അഥവാ പ്രതിപക്ഷം അവിടെ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് BJP സകല മേഖലകളിലും കാവി പുതപ്പിക്കാൻ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആരാണ് വിജയ് രൂപാണി? 2016 മുതൽ 2021 വരെ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്കോട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് വിജയ് രൂപാണി എന്ന് പറയുന്നത്. 68ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്ന് വിമാനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യം ഞെട്ടലോടെ കേൾക്കുന്നത്. ഇനി വിജയ് രൂപാണിയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, അദ്ദേഹം എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. 1971 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലാണ് അദ്ദേഹം ചേർന്ന് തൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ആരംഭിച്ചത്. 76 അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ശക്തമായി പോരാടി ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഏടാണ് എന്നുള്ളതാണ്. 1978 മുതൽ 1981 വരെ RSSൻ്റെ പ്രചാരകനായി അദ്ദേഹം മാറി. അദ്ദേഹം തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഞാൻ ഇനി RSSന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് RSS പ്രചാരകനായി അദ്ദേഹം പോവുകയായിരുന്നു. 1987 രാജ്കോട്ട് സിവിക് ബോഡി കൗൺസിലറായി അദ്ദേഹം പിന്നീട് അവരോധിതനായി. അതും RSS പറഞ്ഞിട്ട് തന്നെയാണ്. 1988 മുതൽ 96 വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 96 മുതൽ 97 വരെ രാജ്കോട്ടിലെ മേയറായും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകത. 2006 മുതൽ 2012 വരെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഗുജറാത്തിൽ നിയമസഭാ സ്പീക്കറായിരുന്ന വാജുഭായ് വാല 2014 കർണാടക ഗവർണറായതിനെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് അദ്ദേഹം ആദ്യമായി നിയമസഭാംഗമായി. അദ്ദേഹം നിയമസഭാംഗമാകുമ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇനി ഗുജറാത്തിനെ നയിക്കേണ്ടത് വിജയ് രൂപാണി ആയിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ മനസ്സിൽ അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പട്ടീദാർ പ്രക്ഷോഭത്തെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ചപ്പോൾ ഇതാണ് അവസരമെന്ന് കണ്ട് 2016 ഓഗസ്റ്റ് 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ നരേന്ദ്രമോദി അവരോധിതനാക്കി. മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയെ നയിച്ച വിജയ് രൂപാണി അദ്ദേഹത്തിന് ആ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. കാരണം പട്ടേൽ വിഭാഗം വലിയ രീതിയിൽ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം വലിയ തിരിച്ചടിയാണ് അവിടെ അദ്ദേഹത്തിന് നേരിട്ടത്. 115 സീറ്റിൽ നിന്ന് BJPയുടെ അംഗസംഖ്യ 99 സീറ്റായി കുറഞ്ഞു. 100 സീറ്റ് പോലും തൊടാൻ സാധിച്ചില്ല. 61 സീറ്റിൽ നിന്ന് 77 സീറ്റായി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. 2014 ആരംഭിച്ച പട്ടീദാർ പ്രക്ഷോഭം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് വീണ്ടും അദ്ദേഹം നിയമസഭാംഗമായി. പിന്നീട് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. പിന്നീട് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് 2021 സെപ്റ്റംബർ 12 മുഖ്യമന്ത്രി പദം അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി BJP പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള കുതിപ്പാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇന്ന് വിമാനാപകടത്തിൽ മരണപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട്, ഗുജറാത്തിനെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.